Hello my dear friends, welcome to the fifth session of magnetism. Last class we discussed dipole uniform magnetic field. അതുപോലെ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓർമ്മയുണ്ടല്ലോ അല്ലേ? The bar magnet, equidistant parallel straight lines, എന്താ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിന്റെ സെന്റർ ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്, ഇവിടേക്കും ഫോഴ്സ് ഉണ്ട്. നോർത്ത് പോളിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫീൽഡിന്റെ സെയിം ഡയറക്ഷൻ അല്ലേ? അത് നമ്മൾ പി ബി എന്ന് മാർക്ക് ചെയ്തു. ഇത് നമ്മൾ മൈനസ് പി ബി എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു സെന്റർ ഓഫ് ഗ്രാവിറ്റി? Center of gravity of the magnet remain at the same position. കാരണം ഓൾറെഡി പറഞ്ഞു, എന്താ പറഞ്ഞത്? നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബാർ മാഗ്നറ്റ് is zero if it is placed in a uniform magnetic field. Doubt ഇല്ലല്ലോ? Then due to this equivalent opposite forces, നമ്മൾ എന്താ പറയുന്നത്? കപ്പിൾ. ആ കപ്പിൾ കാരണം ഇവൻ റൊട്ടേറ്റ് above the center. ഈ സെന്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവൻ തിരിയും. ഇത് പറഞ്ഞു. This is the case when you put a bar magnet in a uniform magnetic field. Net force is zero, net torque നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, mb sin theta. Torque tau is equal to m cross b or mb sin theta. നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഇനി നമ്മൾ പറയുന്നത് what happens to the same magnet when it is placed in a non-uniform field. നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു നോൺ യൂണിഫോം ഫീൽഡ് മാർക്ക് ചെയ്യാം. നോക്കൂ, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ്. ഇവിടെ കുറച്ച് ക്രൗഡിങ് ഫീൽ ചെയ്യുന്നത്. ക്രൗഡഡ് ആയിട്ടുള്ള റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും, എന്നാൽ നാരോ അവിടെ ഫീൽഡ് വീക്ക് ആയിരിക്കും. ഓക്കെ, ഞാൻ ഒരു മാഗ്നറ്റ് എടുക്കുന്നു. ഏതാ ഒരു മാഗ്നറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നു. സൗത്ത് പോൾ, നോർത്ത് പോൾ. ഇവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കിയാൽ ഇതാ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? നമുക്ക് PB1 എന്ന് PB1. എന്നാൽ ഇവിടേക്കുള്ള ഫോഴ്സ് നമുക്ക് ആ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ ഫോഴ്സ് എവിടെയൊക്കെ സൗത്ത് പോളിലെ മോഡൽ ഫോഴ്സ് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. PB1 ഇവിടെയുള്ള ഫോഴ്സ് PB2. ഈ ഫിഗർ ഒന്ന് ക്ലിയർ ആണ്? B1 ആണോ B2 ആണോ ഗ്രേറ്റർ? No doubt B2 is greater than B1. എന്തുകൊണ്ടാണ് B2 greater than B1 എഴുതുന്നത്? ഇവിടെ ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ആയത് കാരണം ഈ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ്. അതായത് ഇവിടുത്തെ ഫോഴ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? When you add PB1 and PB2 we will never get zero. എന്താ കാരണം? ഒന്ന് B1 ഒന്ന് B2, B2 greater than B1, രണ്ട് പിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എവിടേക്കാണോ വലിയ ഫോഴ്സ് വരുന്നത് ആ ഡയറക്ഷനിൽ നമ്മുടെ മാഗ്നറ്റ് ഡിസ്പ്ലേസ്ഡ് ആവും, അതായത് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ മോഷൻ. അപ്പോൾ യൂണിഫോം ഫീൽഡിന് പകരം നോൺ യൂണിഫോം ഫീൽഡിലാണ് മാഗ്നറ്റിനെ വെക്കുന്നതെങ്കിൽ നോട്ട് ഓൺലി ടോർക്ക് ഫോഴ്സ് ഈസ് ദേർ, നെറ്റ് ഫോഴ്സ് ഈസ് ദേർ കേട്ടോ. അപ്പോൾ ഓർമ്മ വെച്ചോളൂ, ഈ കേസിൽ മാഗ്നറ്റ് എന്ത് ചെയ്യും? അങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും, ഒപ്പം റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. When bar magnet is placed in a uniform magnetic field, it will experience only torque, not net force. Okay? If it is placed in a non-uniform magnetic field, there will be net force and net torque. So there will be translational motion and rotational motion. Clear അല്ലേ ഞാൻ പറയുന്നത്? Okay. Yes. Our next discussion topic
work done to rotate a bar magnet in an external field. Work done to rotate bar magnet in an external field. പക്ഷേ ഈ കൺസെപ്റ്റ് പറയണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? ടോർക്കിനുള്ള ഇക്വേഷൻ അറിയണം. അപ്പോൾ നമുക്കറിയാം when bar magnet is placed in an external magnetic field, it here makes an angle theta with external field. Then the net torque acting on the bar magnet tau is equal to m cross b. That is tau is equal to mb sin theta. Here theta is the angle between direction of magnetic moment and external magnetic field. Okay? Then if you want to rotate the magnet, you must do work. Mechanical work ചെയ്യണം. Okay? നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് എനർജി സ്റ്റോർ ചെയ്യും എന്നാണ് നമ്മൾ പറയുക. പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാഗ്നറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. നമുക്ക് ഇതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ റൊട്ടേറ്റ് ചെയ്താൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ടോർക്ക് ഇൻടു ഡി തീറ്റ എന്നല്ല എഴുതുന്നത്, അല്ലെങ്കിൽ ടോർക്ക് ഇൻടു ഡെൽറ്റ തീറ്റ എന്നുള്ളത് അല്ലെ, ടോർക്ക് ഇൻടു ഡെൽറ്റ തീറ്റ. നമ്മൾ ഈ രീതിയിൽ വർക്ക് കണ്ടാൽ അതായത് ആ ഇൻസ്റ്റന്റിലെ ടോർക്ക് ഇൻടു ആംഗിൾ ടേൺ എന്ന് പറയുന്നത് റോങ്. എന്താ കാരണം അറിയോ? നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്തോറും ആംഗിൾ ചേഞ്ച് ആവുന്നത് കൊണ്ട് ടോർക്ക് ചേഞ്ച് ആവും. മനസ്സിലായോ പോയിന്റ്? ടോർക്ക് ചേഞ്ച് ആവും. അതുകൊണ്ട് നമ്മൾ വർക്ക് കാണാൻ ടോർക്ക് ഇൻടു ടോട്ടൽ ആംഗിൾ ഷിഫ്റ്റ് ആയി ടോട്ടൽ ആംഗിൾ റൊട്ടേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റോങ്. മാത്തമാറ്റിക്കലി അത് ശരിയാവില്ല, അതായത് കൺസെപ്റ്റ് ശരിയാവില്ല. മാത്തമാറ്റിക്കലി ശരിയാവും, കൺസെപ്റ്റ് ശരിയാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് initially you assume the angle between magnetic moment and magnetic field is theta. Now that magnet is rotated to a very small angle d theta, say d theta, ചെറിയ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു വിചാരിച്ചു. So dw equal to നമുക്ക് എന്ത് എഴുതാം? tau into d theta. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഡി തീറ്റ എഴുതിയത്? നമ്മൾ ടേൺ ചെയ്ത ആംഗിൾ ഈസ് വെരി വെരി സ്മോൾ, അതുകൊണ്ടാണ് ഡി തീറ്റ. During that time interval, that is shifting. During that time interval, we assume that torque is a constant. നിങ്ങൾക്കറിയാം ടോർക്ക് ത്രൂഔട്ട് കോൺസ്റ്റന്റ് അല്ല, പക്ഷെ ഡി തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ടോർക്ക് കോൺസ്റ്റന്റ് ആണെന്ന്. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പല കേസുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. or dw equal to mb sin theta d theta. This is the small work done in rotating the bar magnet through a small angle d theta. Okay, if you want to find the total work done in rotating the magnet through, if it is initially makes an angle theta 1, after a while it makes an angle theta 2 with the field. Initially theta 1 ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ theta 2 ആയിട്ട് മാറി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഇന്റഗ്രേറ്റ് ചെയ്യണം mb sin theta d theta. ഓക്കെ, എവിടുന്ന് എവിടെയൊക്കെ theta 1 തൊട്ട് ഏതുവരെ പോകണം? theta 2 വരെ. So work done is equal to m constant ആണ്, കാരണം ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നിങ്ങൾക്ക് അറിയാം അത് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോം ഫീൽഡിലെ കേസ് തന്നെയാണ്. നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോം ഫീൽഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? this b is a constant. പക്ഷെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ മാറും, അതുകൊണ്ട് sin theta is a variable, theta 1 to theta 2. So w equal to mb into, നമുക്കറിയാം sin theta ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് മൈനസ് cos theta എന്ന് വരും. ലോവർ ലിമിറ്റ് theta 1, upper limit theta 2. So next equation, w equal to mb into minus
cos theta 2 minus cos theta 1 ആണല്ലോ. ലിമിറ്റ് ആണ്. So our final equation mb into cos theta 1 minus cos theta 2. This is the expression for work done in rotating the bar magnet to an angle theta, that is from theta 1 to theta 2. Initially the magnet makes an angle theta 1 with field. After a while it makes an angle theta 2 with the field. Then net work done is equal to mb into cos theta 1 minus cos theta 2. ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. സ്കൂൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് വരാം. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾ അറിയണം കേട്ടോ. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ. ഓക്കെ, ഇനി വർക്ക് ഡൺ ഇക്വേഷൻ നിങ്ങൾ ഒന്നും കൂടെ ഓർമ്മിച്ച് വെക്കണം. ഞാൻ ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. Work done in rotating the magnet through an angle theta W equal to mb into cos theta 1 minus cos theta 2. As a standard reference, നമുക്ക് കാര്യം ചെയ്യാം. theta 1 equal to 90 degree. theta 2 equal to theta. Say ഒരു ആംഗിൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ. theta 1 എന്തിനാണ് 90 ഡിഗ്രി ചൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ? അങ്ങനെയാണെങ്കിൽ w equal to നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? mb into cos 90 minus cos 0. Not cos 0, cos theta. ആണല്ലോ. അപ്പോൾ w equal to mb into cos 90 0 minus cos theta. So work done is equal to നമ്മൾ minus mb cos theta എന്ന് എഴുതും. ഇനി ഒരു കാര്യം ചെയ്യാം. ഈ minus mb cos theta, this much work done is called potential energy of the bar magnet. Okay, potential energy of the magnet. അതായത് initially bar magnet vertical ആയിരുന്നു. That is initially the angle is 90 degree. അതിനുശേഷം മാഗ്നറ്റ് ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ ഞാൻ മസ്കുലാർ വർക്ക് ചെയ്യണം. ആ മസ്കുലാർ വർക്ക് അയാൾ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? മാഗ്നറ്റ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. So what is the expression to find potential energy of a bar magnet in an external uniform magnetic field? Your equation is minus mb cos theta. So final equation ഓർമ്മിച്ച് വെച്ചോളൂ. Potential energy U is equal to minus mb cos theta, or U is equal to minus m dot b. So it is not cross product, it is dot product. Torque കാണാനുള്ള ഇക്വേഷൻ m cross b. Potential energy കാണാനുള്ള ഇക്വേഷൻ minus m dot b. കേട്ടോ? ഇക്വേഷൻ ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്ത ആംഗിൾ എന്തായിരുന്നു? theta 1 equal to 90 ഡിഗ്രി എന്നും theta 2 equal to theta എന്നും ചൂസ് ചെയ്തപ്പോഴല്ലേ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി is equal to minus mb cos theta എന്ന് കിട്ടിയത്. Why we choose theta 1 equal to 90 degree? ഒരു ഡൗട്ട് വരാൻ നമുക്ക്. വേറെ വല്ല ആംഗിൾ എടുക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് 90 ഡിഗ്രി എടുത്തു? റീസൺ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ, എക്സ്റ്റേണൽ ഫീൽഡ് ഇവിടേക്കാണെന്ന് വിചാരിച്ചോ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇനീഷ്യലി നമ്മൾ മാഗ്നറ്റിനെ വെച്ചത് എങ്ങനെയാണ്? ഇങ്ങനെ വെച്ചു, പെർപെൻഡിക്കുലർ. ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും വരും. ഇപ്പൊ എന്ത് സംഭവിക്കും? ഇവിടേക്ക് ഫോഴ്സ് ഉണ്ട്, ഇവിടേക്ക് ഫോഴ്സ് ഉണ്ട്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0. പക്ഷെ നെറ്റ് ടോർക്ക് എന്തായിരിക്കും? നെറ്റ് ടോർക്ക് is equal to mb sin theta or mb. Then potential energy എന്ത് വരുന്നു? U equal to see minus mb cos 90. cos 90 0 ആണല്ലോ. പൊട്ടൻഷ്യൽ എനർജി 0. അതായത് ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ, അതായത് when magnet makes an angle 90 degree with the field, ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബാർ മാഗ്നറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അതൊരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്.
ദെൻ നമ്മൾ ഇവനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഫീൽഡിന് അഗെയിൻസ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണം. എന്നാൽ നമ്മൾ ഇവനെ കൈ കൊണ്ട് വിട്ടാൽ എന്ത് സംഭവിക്കും? ഇവൻ അങ്ങോട്ട് പോകും. അതായത് ഫീൽഡ് അവനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഫീൽഡിന് അഗെയിൻസ്റ്റ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. എന്നാൽ തിരിച്ചു വരണമെങ്കിൽ ആര് വർക്ക് ചെയ്തോളും? ഫീൽഡ് വർക്ക് ചെയ്തോളും. ഫീൽഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന മാഗ്നറ്റിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. ആ വർക്ക് അവൻ എന്തായാലും സ്റ്റോർ ചെയ്യും, പൊട്ടൻഷ്യൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യും. അത് ഉപയോഗിച്ച് നമ്മൾ റിലീസ് ചെയ്താൽ അവൻ തിരിച്ചു വരും. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ടാണ് നമ്മൾ തീറ്റ ഇപ്പോൾ 90 ഡിഗ്രി എടുക്കുന്നത്. ആ പൊസിഷനെ ബേസ് ചെയ്ത് നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ വർക്ക് ചെയ്യണം. ഒന്നുകിൽ നമ്മൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്തോളും. സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് വർക്ക് ചെയ്തോളും. ഓക്കെ, സോ ഓർമ്മിച്ച് വെച്ചോളൂ, why we choose theta is 90 degree initially, because when bar magnet makes an angle 90 degree with the field, potential energy is zero. We choose that position as standard reference. Okay, ഇനി ഞാൻ പറയാം, പൊട്ടൻഷ്യൽ എനർജി U equal to minus mb cos theta. തീറ്റ 0 ആയാൽ എന്ത് സംഭവിക്കും? യൂണിഫോം ഫീൽഡ് ആണ്, നെറ്റ് ഫോഴ്സ് 0 ആണല്ലോ, നെറ്റ് ടോർക്ക് അഗെയിൻ 0. പൊട്ടൻഷ്യൽ എനർജി U equal to എന്ത് കിട്ടുന്നു? minus mb into cos 0 minus mb. This is the minimum value of potential energy. Minimum value of potential energy. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്കും 0, പൊട്ടൻഷ്യൽ എനർജി 0 അല്ല. ഓർമ്മിച്ചു വെച്ചോളൂ, മിനിമം, that is minus mb. And that position of the magnet is called the magnet is under stable equilibrium. Which equilibrium? Stable equilibrium. Theta equal to 90 degree. Net force 0. Net torque not equal to 0. It is equal to mb. Potential energy 0. This is standard position. Standard position. Okay. Then theta equal to 180 degree. Net force is again 0. Net torque 0. Potential energy U is equal to minus mb cos 180. Cos 180 minus 1 ആണ്. അപ്പോൾ minus mb into minus 1, it is equal to plus mb. In that position, potential energy is maximum. Potential energy is maximum. ആ അവസ്ഥയെ പറയുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, സോ രണ്ട് ഇക്വിലിബ്രിയം പറഞ്ഞു. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി സ്റ്റേബിൾ ഇക്വിലിബ്രിയം, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ തീറ്റ ഈക്വൽ 90 ഡിഗ്രിയോ? വിച്ച് ഇക്വിലിബ്രിയം? 0 സ്റ്റേബിൾ, 180 അൺസ്റ്റേബിൾ. അപ്പോൾ 90 ഡിഗ്രിയോ? 90 degree വരുമ്പോൾ നെറ്റ് ടോർക്ക് 0 അല്ലല്ലോ. നോട്ട് ഇൻ ഇക്വിലിബ്രിയം. നോട്ട് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഇല്ല കേട്ടോ. ടോർക്കും പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ അറേഞ്ച്മെന്റ്, വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ, ഒരു ആപ്ലിക്കേഷൻ ആണ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ ഈസ് എ മാഗ്നറ്റിക് അറേഞ്ച്മെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് വാട്ട്? യൂസ്ഡ് ടു ഫൈൻഡ് magnetic moment of a bar magnet. Magnetic moment of a bar magnet. ഇതാണ് സെറ്റപ്പ്. ഒരു വുഡൻ കേസ്, രണ്ട് സൈഡിലും ഗ്ലാസ് ഉണ്ട്. എയർ ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സുകളിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു മാഗ്നറ്റ് കണ്ടോ നിങ്ങൾ? ഒരു മാഗ്നറ്റ്. ഓക്കെ, ഒരു മാഗ്നറ്റ്, ഇതിനകത്തൊരു മാഗ്നറ്റ് freely suspended. Okay, അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്കൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അവിടെ ഓൾറെഡി എർത്തിന്റെ ഫീൽഡ് ഉണ്ട്. എവിടുന്ന് എവിടെയൊക്കെയാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ജോഗ്രഫിക് സൗത്തിൽ നിന്നും ജോഗ്രഫിക് നോർത്തിലൂടെ. അപ്പൊ ഞാനിപ്പോ ഈ റൂം നിങ്ങൾ നോക്കാം, അവിടെ നോർത്തും ഇവിടെ സൗത്തും ആണെങ്കിൽ എർത്തിന്റെ ഫീൽഡ് ഇവിടെ അങ്ങോട്ട് പോകുന്നു. എർത്തിന്റെ ഫീൽഡ് നമ്മൾ ആ എർത്തിന്റെ ഫീൽഡിന്റെ ഡയറക്ഷനുള്ള പ്ലെയിൻ നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്നൊക്കെ പറയും.
ഫസ്റ്റ് ഓഫ് ഓൾ ഈ അറേഞ്ച്മെന്റ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എൻറ്റയർ സെറ്റപ്പിൽ എർത്തിന്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യും. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ സെറ്റ് ചെയ്യും. ബി എച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ഫീൽഡ് മാത്രമേ മീനിങ് ഉള്ളൂ. അത് മേ ബി ഫീൽഡ് എഡിറ്റേഴ്സ്. ആ ഫീൽഡിലാണ് ആദ്യം നിൽക്കുന്നത്. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്യും. എന്താ സംഭവിക്കുക? ഉറപ്പായും ആ ബാർ മാഗ്നറ്റിന്റെ മുകളിൽ എർത്തിന്റെ ഫീൽഡ് കാരണം എന്ത് ആക്ട് ചെയ്യും? ഇതാണ് എർത്തിന്റെ ഫീൽഡ് എങ്കിൽ ആ ഫീൽഡ് കാരണം ബാർ മാഗ്നറ്റിന്റെ മുകളിൽ ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്ക് അത് കാരണം ബാർ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്ത് എവിടെ വന്ന് നിൽക്കും? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കും. എന്താ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റും എർത്തിന്റെ ഫീൽഡും ഒരേ ഡയറക്ഷൻ വരുന്നതിനെയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം മിനിമം പൊട്ടൻഷ്യൽ എനർജി പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വന്നു. അപ്പൊ അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കാന്ന് വിചാരിച്ചോ സപ്പോസ്. അപ്പൊ ഇനീഷ്യലി നമ്മൾ കൈകൊണ്ട് മസ്കുലാർ ഫോഴ്സ് ഉപയോഗിച്ച് മാഗ്നറ്റിനെ എങ്ങനെ സെറ്റ് ചെയ്തു? എർത്തിന്റെ ഫീൽഡിന്റെ ഡയറക്ഷനിൽ സെറ്റ് ചെയ്തു. Now it is stationary. Okay. Then അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഫീൽഡ് സെറ്റ് ചെയ്തതിനു ശേഷം ഇയാളെ ഒന്ന് സ്ലൈറ്റ്ലി ഡിസ്റ്റർബ് ചെയ്യും. കൈ കൊണ്ട് ചെറുങ്ങനെ തട്ടു. സ്ലൈറ്റ്ലി ഡിസ്റ്റർബ്ഡ് ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഇവിടെയൊക്കെ പി ബി എന്ന് പറഞ്ഞ ഫോഴ്സും നോർത്ത് പോളിന്റെ മുകളിൽ പി ബിയും അതുപോലെ സൗത്ത് പോളിന്റെ മുകളിൽ മൈനസ് പി ബി എന്ന് പറഞ്ഞ ഫോഴ്സും ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും? ഈ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കാരണം ടോർക്ക് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഇയാൾ വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കും. പഴയ പൊസിഷനിലെത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇനർഷ്യ കാരണം കുറച്ചുകൂടെ ഷിഫ്റ്റ് ആവും, ടിൽറ്റ് ആവും. then എന്ത് സംഭവിക്കും? വീണ്ടും ടോർക്ക് കാരണം തിരിച്ചു വരുമ്പോൾ വീണ്ടും പഴയ പൊസിഷനിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇനേഴ്ഷ്യ കാരണം വീണ്ടും അതർ സൈഡിലോട്ട്. അങ്ങനെ once we disturb that magnet from its equilibrium position, it will execute simple harmonic motion provided the amplitude of oscillation is very small. Okay, then for torque കാണാനുള്ള equation നിങ്ങൾ പറയൂ. torque tau is equal to mb sin theta. torque tau is equal to mb sin theta. ഞാൻ ഇവിടെ റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മൈനസ് സൈൻ കൊടുക്കും. എന്താ മൈനസ് സൈൻ റോൾ എന്ന് മനസ്സിലായോ? ആ ടോർക്ക് എന്ത് ചെയ്യും? അയാളെ വീണ്ടും പഴയ പൊസിഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരും. മനസ്സിലായല്ലോ? റീസ്റ്റോറിംഗ് ടോർക്ക്. ആക്ച്വലി ആ ഇക്വേഷനിൽ നെഗറ്റീവ് സൈൻ ഇല്ല, പക്ഷെ ഞാനൊരു നെഗറ്റീവ് സൈൻ ഉണ്ടായ കാരണം എന്താണ്? ആ ടോർക്ക് നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത മാഗ്നറ്റ് വീണ്ടും തിരിച്ചു വരാൻ അവനെ സഹായിക്കുന്ന ടോർക്ക്. അതുകൊണ്ടാണ് റീസ്റ്റോറിംഗ് ടോർക്ക് നെഗറ്റീവ് സൈൻ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒരു കാര്യം ചെയ്യാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു തീറ്റ എന്നത്. കാരണം ഇഫ് ദിസ് ആംഗിൾ ഈസ് ഡിസ്റ്റർബ് ചെയ്ത ആംഗിൾ വെരി സ്മോൾ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ. ഇക്വേഷൻ നമ്പർ 1. വീണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ ഐ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു തീറ്റ. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ആ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, എർത്തിന്റെ ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ബി എച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു അത് എർത്തിന്റെ ഫീൽഡ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. എവിടെയാണോ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ആ എക്സ്പെരിമെന്റിൽ ഇനീഷ്യലി നിങ്ങൾ ഉപയോഗിച്ച ഫീൽഡ് ആണ് ആര്? ബി എച്ച്. ഓർ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി എച്ച് ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു തീറ്റ. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷനെ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. അത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആംഗുലാർ അസെറ്റ്മെന്റ് ഇക്വേഷൻ ആണ് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തൂടെ? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നു ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എം ബി എച്ച് ഡിവൈഡഡ് ബൈ ഐ. ഇതിൽ ഐ ആരാണ്? ഐ എന്ന് പറയുമ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ഐ ആൽഫ. ഐ എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബാർ മാഗ്നറ്റ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബാർ മാഗ്നറ്റ് about the fixed axis. Omega equal to root of m bh divided by I. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? ടൈം പീരീഡ് t is equal to 2 pi into root of I divided by
MVH. കാരണം ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 2 പൈ ബൈ ഒമേഗ അല്ലേ. ഇനി ആ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. ഈ എൻറ്റയർ സെറ്റപ്പ് ഇതാണ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. ഇതിൽ മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ്. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിന് ഇനീഷ്യലി നിങ്ങൾ ഒരു ഫീൽഡിന്റെ ഡയറക്ഷനിൽ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഡിസ്റ്റർബ് ചെയ്താൽ അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് കാരണം അയാൾ എവിടേക്ക് വരാൻ ശ്രമിക്കുന്നു? സ്റ്റേബിലിറ്റി ലെവലിലേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ സ്റ്റേബിലിറ്റി ലെവലിലെത്തിയാൽ സ്റ്റോപ്പ് ആവാൻ പറ്റുന്നില്ല. കാരണം ഇനേർഷ്യക്കാരൻ അതർ സൈഡിലോട്ട് പോകുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? അയാൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് T is equal to 2 pi into root of I by MBH, where I is the moment of inertia of the magnet about ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് കറങ്ങുന്നതെങ്കിൽ, സെന്ററിനെ ബേസ് ചെയ്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതെങ്കിൽ ml²/3 പഠിച്ചിട്ടില്ലേ? ml²/3 ml²/12. 1 end ആണ് ml²/3 അല്ലേ. സെന്ററിനെ ബേസ് ചെയ്താവുമ്പോൾ ml²/12 ആണ്. ml²/12. Then small m എന്ന് പറയുമ്പോൾ mass of the magnet അല്ല. small m എന്ന് പറഞ്ഞാൽ നോക്കൂ, it is magnetic moment of the bar magnet. magnetic moment കാണാനുള്ള ഇക്വേഷൻ small m is equal to എന്താ magnetic moment കാണാനുള്ള ഇക്വേഷൻ? magnetic moment m is equal to p into 12. അതുപോലെ I കാണാനുള്ള ഇക്വേഷൻ I is equal to ml²/12. ഇവിടുത്തെ m എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവാത്തത് ഈ m ആരാ? ml²/12 m ആരാണ്? mass of the magnet ആണ് കേട്ടോ. mass of the magnet. small m ആണ് magnetic moment. പിന്നെ BH എന്ന് പറയുന്നത് the field in that region. field in that region എന്ന് പറയുമ്പോൾ എർത്തിന്റെ ഫീൽഡ് യൂട്ടിലൈസ് ചെയ്താണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ it is horizontal component of Earth's magnetic field. അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കും. ഓക്കെ, ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. ടൈം പീരീഡ് T is 2 pi root of I by MV. യെസ്, നമുക്ക് കുറച്ച് NCERT പ്രോബ്ലംസ്, few NCERT problems ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ. In figure 5.4b, magnetic needle has magnetic moment 6.7 with 10 raised to -2. Okay, magnetic moment നമുക്ക് തന്നിട്ടുണ്ട്. magnetic moment is 6.7 into 10 to the power -2 ampere meter square തന്നിരിക്കുന്നു. moment of inertia I. It is I. moment of inertia I equal to 7.5 into 10 raised to -6 kilogram meter square and kilogram meter square. It performed 10 complete oscillation in 6.7 seconds. For frequency എത്രയാണ്? frequency of oscillation 10 oscillations in 6.7, 10 by 6.7. അതല്ലേ ഫ്രീക്വൻസി. ഒരു ഓസിലേഷന് വേണ്ട ടൈം. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എത്ര വരുന്നു? that is 6.7 by 10. so time period is equal to 0.67 second. അതിന് എന്താ കാണുന്നത്? what is the magnitude of magnetic field? അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ച വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡഡ്, ഇലാസ്റ്റിസിറ്റി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത വയറായിരിക്കണം കേട്ടോ. അതിനകത്ത് നോ ഇലാസ്റ്റിസിറ്റി, ഫ്രീലി സസ്പെൻഡഡ്. ഇപ്പോൾ ഇവിടെ സൗത്ത് പോൾ, ഇവിടെ നോർത്ത് പോൾ. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അയാളെ സെറ്റ് ചെയ്തു. ഇനീഷ്യലി അയാളെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫീൽഡ് സെറ്റ് ചെയ്തു. ആ ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് അറിയില്ല, ഏത് വാല്യൂ വേണമെങ്കിൽ വരാം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? നമ്മൾ എന്താ ചെയ്യുക? ആ ഫീൽഡിൽ സെറ്റ് ചെയ്തതിനു ശേഷം ആ മാഗ്നറ്റിനെ നമ്മൾ സ്ലൈറ്റ് ആയി ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ സ്ലൈറ്റ് ആയി ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടോർക്ക് കാരണം ആ മാഗ്നറ്റ് ഡിസ്റ്റർബ്ഡ് പൊസിഷനിൽ നിന്ന് വീണ്ടും പഴയ പൊസിഷനിലോട്ട് തിരിച്ചു വരും. ഇനേർഷ്യ കാരണം അവൻ ആ പൊസിഷനിൽ നിൽക്കാൻ പറ്റില്ല, അതർ സൈഡിലോട്ട് പോകും. അങ്ങനെ അവൻ ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള എന്താ വേണ്ടത്? നമുക്ക് ടൈം പീരീഡ് അല്ലേ വേണ്ടത്? ടൈം പീരീഡ് തന്നിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ പഠിച്ച ഇക്വേഷനിലേക്ക് വരുന്നത് ഏതാ ഇക്വേഷൻ? ദ സൊല്യൂഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സൈഡിൽ അതിന്റെ സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഇക്വേഷൻ? ടൈം പീരീഡ് T is equal to 2 pi into root of I by MV on squaring T square is equal to
4 pi square into I by mb. നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഇൻ ദാറ്റ് റീജിയൻ. ഞാൻ പറഞ്ഞത് എർത്തിന്റെ ഫീൽഡ് തന്നെ ആവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഏതോ ഒരു എക്സ്റ്റേണൽ ഫീൽഡ്, ആ ഫീൽഡാണ് ബി. അപ്പൊ ബി കാണാൻ റീഅറേഞ്ച് ചെയ്തു 4 pi square g divided by mt square. ഇത് റീഅറേഞ്ച് ചെയ്തു കേട്ടോ. b is equal to 4 pi square I divided by mt square. ഇനി സ്റ്റെപ്പ് നോക്കൂ. നമ്മൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 pi square g 4 pi square I തന്നിട്ടുണ്ട് അല്ലേ? എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.01 ടെസ്ല എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 0.01 ടെസ്ല എന്ന് പറഞ്ഞാൽ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡ് അല്ല, എക്സ്റ്റേണൽ ഫീൽഡാണ്. ആ ഫീൽഡിലാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്തത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ദിസ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ എൻസിആർടിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദിസ് അറേഞ്ച്മെന്റ് ഈസ് കാൾഡ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. യെസ്, the next one, NCERT problem number 5.2. A short bar magnet placed with its axis at 30 degree with external field of 800 joules experiences a torque of 0.016 Newton meter. What is the magnetic moment of the magnet? That's the first question. Here, angle between magnetic field and magnetic moment is given. South pole, north pole. It is 30 degree. So theta is equal to 30 degree. Magnetic field is 800 joules. So 800 into 10 to the power minus 4 Tesla. കാരണം SI യൂണിറ്റ് ഗോസ് അല്ല, ടെസ്ലയാണ്. പിന്നെ ടോർക്ക് തന്നിട്ടുണ്ട്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 0.016. എല്ലാ വാല്യൂസും ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു m ക്രോസ് b or ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു mb sin theta or torque tau is equal to 0.016 is equal to m എത്രയാണ്? m. Yes, we want to find magnetic moment. m into 800 into 10 to the power minus 4 into theta sin theta ആണ്. sin theta sin 30 1/2. അതെല്ലാം സോൾവ് ചെയ്താൽ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കിട്ടും കേട്ടോ. ഇതാ ചെയ്തിട്ടിരിക്കുന്ന മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ നമുക്ക് 0.4 ആംപിയർ മീറ്റർ സ്ക്വയർ കിട്ടും. ഇറ്റ്സ് ആൻ എൻസിആർടി ബുക്ക് വർക്ക്ഡ് എക്സാം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. What is the magnetic moment ആണ് കണ്ടത്. Then what is the work done in moving it from most stable to most unstable? Yes. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞതാണ് theta equal to 0 degree എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. theta equal to 180 degree എന്ന് പറഞ്ഞാൽ unstable equilibrium. Here potential energy minimum, here potential energy maximum. Doubt ഇല്ലല്ലോ. Then വർണ്ണൻ കാണാനുള്ള ഇക്വേഷൻ പറയൂ. mb into cos theta 1 minus cos theta 2 ആണല്ലോ. So w equal to mb into cos theta 1. theta 1 എന്ന് പറയുമ്പോൾ ഇനീഷ്യലി എത്ര ഡിഗ്രി ആയിരുന്നു? മോസ്റ്റ് സ്റ്റേബിൾ ടു മോസ്റ്റ് അൺസ്റ്റേബിൾ പൊസിഷൻ അല്ലേ വേണ്ടത്. അപ്പോ cos 0 minus cos 180. So w equal to mb into 1 minus minus 1. So w equal to plus 2mb plus 2mb. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. Work done to rotate bar magnet from stable equilibrium position to unstable equilibrium position. Stable എന്ന് എവിടേക്ക് മാറ്റണം? unstable ലോട്ട്. m ഡയറക്റ്റ് തന്നിട്ടുണ്ട്, b ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.064 എന്ന് കിട്ടും. That much joule. കണ്ടോ? പോസിറ്റീവ് സൈൻ കാണിക്കുന്നത് സ്റ്റേബിളിൽ നിന്നും, അതായത് തീറ്റ ഈസ് ഈക്വൽ 0 പൊസിഷനിൽ നിന്നും തീറ്റ ഈസ് ഈക്വൽ 180 ഡിഗ്രി പൊസിഷനിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആര് വർക്ക് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന മസ്കുലാർ വർക്കാണ് അവിടെ ബാർ മാഗ്നറ്റ് തന്റെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. സോ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ബാർ മാഗ്നറ്റ് ഫ്രം സ്റ്റേബിൾ ടു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഈസ് 2mb. തിരിച്ചു ചോദിച്ചിരുന്നെങ്കിലോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ബാർ മാഗ്നറ്റ് ഫ്രം അൺസ്റ്റേബിൾ ടു സ്റ്റേബിൾ? അത് -2mb. അവിടെ മൈനസ് സൈൻ വരാനുള്ള കാരണം ആ വർക്ക് ആരാ ചെയ്യുക? ഫീൽഡ് ആണ് ചെയ്യുക കേട്ടോ. Then ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. In the same problem, bar magnet is replaced by a solenoid.
അതായത് ബാർ മാഗ്നറ്റ് ഉണ്ടായിരുന്നു സൗത്ത് പോൾ നോർത്ത് പോൾ. ഈ ആളെ നമ്മൾ ആരെ വെച്ച് റീപ്ലേസ് ചെയ്യണം? സോളിനോയിഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്, ടേൺസ് തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A is equal to 2 into 10 to the power minus 4. 1000 turns. സെയിം മാഗ്നറ്റിക് മൊമെന്റ് വരണം. മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. മാഗ്നറ്റിക് മൊമെന്റ് 0.4 അല്ലേ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചത്. അതേ മാഗ്നറ്റിക് മൊമെന്റ് വരാൻ ഈ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് 0.4 ആണ്. ആ 0.4 വരാൻ സോളിനോയിഡിലൂടെ കടത്തിവിടേണ്ട കറണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ പറയൂ നിങ്ങൾ. NI എന്ന് പഠിച്ചിട്ടില്ലേ? കറണ്ട് ലൂപ്പ് ആണെങ്കിൽ IA, N ടേൺസ് ഉണ്ടെങ്കിൽ NI. സോ നമുക്ക് എന്ത് കാണാൻ? കറണ്ട് കണ്ടുപിടിക്കണം. I is equal to M/NA. So I is equal to M ന്റെ വാല്യൂ പറയൂ. M 0.4 by number of turns 1000 into cross sectional area value 2 into 10 to the power minus 4. ഇത് സോൾവ് ചെയ്യൂ. നിങ്ങൾക്ക് എന്ത് കിട്ടും? കറണ്ട് I is equal to 2 ആംപിയർ. അതായത് ഈ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് 0.4 ആണ്. ഈ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഉള്ള രീതിയിൽ നമുക്കൊരു സോളിനോയിഡ് വേണം. ആ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കണം? 0.4 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സോളിനോയിഡിലൂടെ നമ്മൾ കടത്തിവിടേണ്ടി വരുന്ന കറണ്ടിന്റെ റേഞ്ച് ഈ പ്രോബ്ലത്തിൽ 1000 ടേൺസ് ഉണ്ടെങ്കിൽ 2 ആംപിയർ ആണ് കേട്ടോ. അപ്പൊ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉണ്ടാക്കാൻ ആർക്കും കഴിയും, സോളിനോയിഡിനും കഴിയും. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, കറണ്ടിന്റെ സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ച് സോളിനോയിഡിന്റെ എന്ത് മാറും? മാഗ്നറ്റിക് മൊമെന്റ് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി ടോർക്ക്, പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഡൺ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളൊരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞു, വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ കേട്ടോ. താങ്ക് യു.